ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തിങ്കളാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. രാവിലെ തന്നെ ഇതാ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ നേരെ ഇതാ പുറത്തേക്കാണ് ഇറങ്ങിയത്. ഇന്ന് അല്ലെങ്കിൽ അടുക്കളയിലേക്കല്ല ഇറങ്ങലേ. ഇന്ന് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇന്നെൻ്റെ ഡ്യൂട്ടി ഫുള്ള് പുറത്ത് തന്നെയാണ്. തേങ്ങയൊന്നും എനിക്ക് ചിരവാൻ പറ്റാത്തതുകൊണ്ട് അനിയത്തി ഞാൻ വരുമ്പോൾ തന്നെ തേങ്ങയൊക്കെ ചിരവി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് പരത്തൽ പണിയാണ് ഫുള്ളുള്ളത്. അതൊക്കെ അനിയത്തിക്കാണ്. അല്ലെങ്കിൽ ഞാനല്ലേ കുഴക്കലും പരത്തലൊക്കെ. അങ്ങനെ ആ ഡ്യൂട്ടി അനിയത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ പുറത്ത് കഴിഞ്ഞിട്ട് തേങ്ങൻ്റെ പണ്ട ഉണ്ടാക്കിയായിരുന്നു പീരിയഡൊക്കെ വേണ്ടിയിട്ടില്ലേ. അതിൻ്റെ ഇടയിൽ നല്ല മഴയും പെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ പീരിയഡിൻ്റെ പണ്ടൊക്കെ സെറ്റായിട്ട് വന്നപ്പോൾ പിന്നെ അതേ അടുപ്പ് തന്നെ ചോറിന് വെള്ളം കൂടി വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പണ്ടത്തിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയായിരുന്നു. പീരിയഡിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വെള്ളം തളിച്ചപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പണി ഉള്ളെന്ന് ചെയ്യാം. അനിയത്തി കുഴലപ്പത്തിന് വേണ്ടി പരത്തിയെന്ന് ഞാനിതാ മുട്ട കേക്കിന് വേണ്ടിയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 5 കിലോ കേക്കിന് വേണ്ടിയിട്ടാണ് മുട്ട ഒന്ന് സെറ്റാക്കി എടുക്കുന്നത്. അങ്ങനെ വേഗം അതൊക്കെ ഒരു പാത്രത്തിലേക്ക് അടിച്ചൊഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ കുഴച്ചിട്ട് ഇതാ അവിടെ അടച്ചിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി അത് ലാസ്റ്റ് നമുക്ക് എടുക്കാം. അതുവരെ അവിടെ കിടക്കട്ടെ. പിന്നെ ഇതാ ഞാൻ ഉച്ചക്കേക്കിൽ ഫുഡ് റെഡിയാക്കണം. പിന്നെ ഓള് പരത്തി ഒക്കെ സെറ്റായതിന് ശേഷം എനിക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി പറ്റും. ആ സമയം കൊണ്ട് നമുക്ക് ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പറേഷൻ ചെയ്യാം. അതിനായിട്ട് തന്നെ ഞാൻ കൂമ്പ് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കില്ല ഞങ്ങൾ കൂമ്പ്. പിന്നെ കൊല്ലത്തിലൊരിക്കൽ അങ്ങനെയൊക്കെ ഇതുപോലെ കൂമ്പൊക്കെ വറുത്ത് കഴിക്കാറുള്ളൂ. ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ എന്താണെന്നറിയില്ല, അത് വാങ്ങലും കഴിക്കലൊന്നുമില്ല. ആണ്ടിലൊരിക്കൽ പൂതി വരുമ്പം കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഞങ്ങൾ കഴിക്കാറ്. പിന്നെ വീട്ടിലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതാ നല്ല പോലെ അത് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൈ വെച്ചിട്ടാണ് മുറിക്കൽ. ഞങ്ങൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ടാണ് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് മുറിച്ചത്. അങ്ങനെ അത് നല്ല പോലെ 2-3 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ചെറിയ കഷ്ണം വെള്ളരി ഉണ്ടായിന്. അത് കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് അതും ചെറുതായി അരിഞ്ഞിട്ട് ഒരു ചട്ടിയിൽ അത് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ 3ാമത്തെ അടുപ്പിൽ കുറച്ച് ചിരങ്ങി ഉണ്ടായിന്. അതും നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കർ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓല മീനാണ്. അതിലേക്ക് കുറച്ച് മുളകിൻ്റെ പൊടിയും ഉപ്പ് പിന്നെ ഫിഷ് മസാല പൊടിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഇട്ടിട്ട് അതും നല്ല പോലെ ഒന്ന് കുഴച്ച് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളിയാണ്. പിന്നെ 2-3 കാന്താരി മുളകും കൂടി ഇട്ടിട്ട് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇതാ ഒതുക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിരങ്ങ നല്ല പോലെ വന്നിട്ടുണ്ട്. അതൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമ്മുടെ അരപ്പ് അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതേ പാത്രം തന്നെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 വറ്റൽ മുളക് ഇട്ടിട്ട് അതിലേക്ക് കാച്ചി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചിരങ്ങ വറുത്തത് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതാ ആ പാത്രം തന്നെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുവിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് അരിയില്ലേ അത് കഴുകിയത് ഇട്ടതാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കാന്താരി മുളകും വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു ഉള്ളിയുണ്ട് ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതാ നമ്മുടെ കൂമ്പ് വേവിച്ചതിൽ ഒരു 2 വിസിലടിച്ചതേ ഉള്ളൂ. അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇവിടെ കിടക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഇത് നമ്മുടെ വെള്ളരിയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം 2-3 കാന്താരി മുളക് അതിലേക്ക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീയൊക്കെ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ അതിലേക്ക് തേരൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുവിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ വെള്ളരിക്ക പച്ചടിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നിലും കറിവേപ്പില ഇട്ടിട്ടില്ല. എടുക്കാൻ പോകാനുള്ള മടി കൊണ്ടാണ്, പുറത്ത് പറിക്കാൻ പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഒന്നിലും ഇട്ടിട്ടില്ല. പിന്നെ ഇതാ അതേ പാത്രത്തിൽ തന്നെ ഞാൻ മീനും ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ അനിയത്തി കുഴലപ്പത്തിനൊക്കെ ഫുള്ള് പരത്തിയിട്ട് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് ആറിക്കെട്ടണം. അതിന് വേണ്ടിയിട്ട് ഫുള്ളൊന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ
പിന്നെ ഇതാ പിരിയഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് പരത്തി റൗണ്ടാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് പണ്ടൊക്കെ നിറച്ച് കൊടുത്തിട്ട് പിന്നെ ഒന്ന് പിരിയിട്ട് കൊടുക്കണം. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇതാ പിരിയഡൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് പുറത്ത് പോയിട്ട് ഫ്രൈ ചെയ്യണം. ആദ്യം തന്നെ ഞാനിതാ കുഴലപ്പാണ് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ അതൊക്കെ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരുന്നുണ്ട്. ഇത് 5:30 മണിക്ക് കൊടുക്കാനുള്ളതാണ് വൈകുന്നേരം. അപ്പോൾ 5:30 മണിക്ക് ആൾ വന്നപ്പോൾ റെഡി ആയിട്ടുണ്ടായിട്ട് അപ്പോൾ കുഴലപ്പവും പിരിയടിയും റെഡി ആയിട്ടുണ്ടായിനി. അത് കൊണ്ടുപോയി കേക്ക് പിന്നെ രാത്രി കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് കേക്കും ഹാഫ് മൂണൊക്കെ ഉണ്ടായിന്. അത് രാത്രി കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തേക്കതിന് അതിൻ്റെ ഇടയിൽ ഇതാ ഒരു 3 കസ്റ്റമർക്കുള്ള ഓർഡറാണിത്. ഇതൊക്കെ തലേന്ന് തന്നെ സെറ്റാക്കി വെച്ചതാണ്. നിങ്ങൾ ഞായറാഴ്ച രാത്രിയത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവല്ലോ. പിന്നെ ഇനിയും ഒരുപാട് പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെയാണ് ഇത് 3 ആൾക്കാർക്കുള്ളതാണ്. അങ്ങനെ അതും കൊടുത്തയച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് പാക്കാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും പുറത്തേക്ക് തന്നെ കഴിഞ്ഞിട്ട് ബാക്കി ഫ്രൈ ചെയ്തെടുക്കുകയെന്ന്. അങ്ങനെ പിരിയഡൊക്കെ കുഴലപ്പം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ബാക്കി ഇതാ പിരിയഡ് കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം പിന്നെ കേക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിന്, ഇത്താത്ത ഉണ്ട് എന്ന് പറഞ്ഞില്ലല്ലോ, ഇത്താത്തൻ്റെ ഒരു വിവരം ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇത്താത്ത ഇവിടെ വരാറൊക്കെ ഉണ്ട്. വീഡിയോയിലൊന്നും ഞാൻ പിന്നെ ആരെയും ഉൾപ്പെടുത്താറില്ല. അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിലേ ആളെ കാണൂ. ആളെ ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുക്കാറില്ല. ആളെ എന്നല്ല, ആരെയും ഞാൻ വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്താറില്ല. അതുകൊണ്ടാണ് കാണാത്തത്. ഒരു വിളിപ്പാടകളെ ഓടിയെത്തുന്ന ഒരു ഇത്താത്താന്നത്. ഏത് സമയത്ത് വിളിച്ചാലും ആവൂല എന്ന് പറയൂല. എപ്പോൾ എങ്ങനെ വിളിച്ചാലും ഓടിച്ചാടി ഇവിടെ എത്തും. അങ്ങനത്തെ ഒരാളാണ്. എല്ലാ കാര്യത്തിനും ഹെൽപ്പാക്കുകയും ചെയ്യും. ഇതിൻ്റെ ഇടയ്ക്ക് ആരോ വീഡിയോയിൽ കമൻ്റ് ഇട്ടിന് താത്ത മടിച്ചാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഓൾ എന്നോട് വന്നിട്ട് എന്തെല്ലോ പറയുന്നുണ്ട്, എന്നെ മടിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഓളും ഞങ്ങളെപ്പോലെ തന്നെ ഇങ്ങനെ സ്നാക്സ് ഉണ്ടാക്കിയിട്ട് കൊടുക്കാറൊക്കെ ഉണ്ട്. മടിച്ചൊന്നല്ല, ഓൾ ഒറ്റക്കാണ് ചെയ്യുന്നത്. ഞങ്ങൾ 2 ആളാണ് ചെയ്യുന്നെങ്കിൽ. അങ്ങനെ അതൊക്കെ ചുടുന്നതിൻ്റെ ഇടയിൽ ആൾ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാക്കി വീഡിയോ ഒന്നും എടുക്കുന്നത്. പിന്നെ രാത്രി ഇതാ ഹാഫ് മൂൺ ഉണ്ടാക്കാൻ വീണ്ടും പണിയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ തിങ്കളാഴ്ചത്തെ വിശേഷങ്ങൾ. പുതിയൊരു വിശേഷങ്ങളും പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.